എന്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ 2ാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്ക് അറിയാം. അതിന്റെ പേരിൽ എന്തൊക്കെയാ നടക്കുന്നല്ലേ? 8 വർഷം മുന്നേ പറയേണ്ട കാര്യങ്ങള് ഇപ്പം ഒന്നങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്കണ്ട മോനെ മാർട്ടിനെ, കേട്ടോ? കണ്ടിട്ടില്ലേ? സത്യം പറഞ്ഞാൽ ചിരിയെടുക്കാൻ പറ്റുന്നില്ല, അതാണ് കാര്യം. ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. തൃശ്ശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. അത് കാര്യം ഞാൻ ഉപദ്രവിക്കും, അത് നീ മറക്കണ്ട. നീ എവിടെയായിരുന്നാലും എന്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട. പിന്നെ ആരെന്ത് ചോദിച്ചാലും നടൻ ദിലീപും കാവ്യമാധവനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നടി ഭാവന കണ്ടു. ഈ വിവരം ഭാവന ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യരെ വിളിച്ച് അറിയിച്ചു. ഇതുള്ള വ്യക്തിവൈരാഗ്യം കാരണം ദിലീപിന് ഭാവനോട് വൈരാഗ്യമായി. ഈ വൈരാഗ്യത്തിന്റെ പുറത്ത് ഭാവനെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തിരുന്നു മാത്രം നീ പറഞ്ഞേക്കാം. വേറെ ഒരു കാര്യം നീ പറയണ്ട. എല്ലായിടത്തും എന്റെ ആൾക്കാരുണ്ട്. നിന്റെ പിന്നെ ഒരു മിനിറ്റ് ഈ പറഞ്ഞതിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ. അതായത് ഇതിൽ വൈരാഗ്യത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? വലിയ കോമഡി. അതായത് ദിലീപിനെയും കാവ്യമാധവനെയും ആക്രമിക്കപ്പെട്ട നടി അതിമോശമായ സാഹചര്യത്തിൽ ഒരു ഹോട്ടൽ മുറിയിൽ കാണുന്നു. അത് തൻ്റെ സുഹൃത്തായ മഞ്ജു വാര്യരെ വിളിച്ചറിയിക്കുന്നു. ഓക്കെ, ആ കാര്യം അറിഞ്ഞ ദിലീപിന് എന്താ പറയുക, ഭാവനയുമായിട്ട് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ അങ്ങനെ ആ ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടായപ്പോൾ ഉണ്ടാക്കിയെടുത്ത്, അതായത് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കെട്ടിച്ചമച്ച കഥയാണെന്നാണ് ഇതിൽ പറയുന്നതിൽ വല്ല ലോജിക്കും വേണ്ടടോ. ഇത്ര വലിയ പ്ലാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും? എന്താ സിനിമയാണോ? സിനിമയിൽ അഭിനയിച്ച് ഇപ്പം നിങ്ങൾ ജീവിതത്തിലും അത് സിനിമയെ കൊണ്ട് അടക്കമാണോ? 4 മിനിറ്റിന് ശേഷം ലാലി ഫോൺ എടുത്ത് DGP ലോകനാഥ് ബെഹ്റയെ വിളിച്ചിട്ട്, സാറേ ആ ഡ്രൈവർ വേനോടി ഉണ്ടെന്ന് മാത്രം പറയണം. ഞാൻ കേട്ടപ്പോൾ കുറച്ച് നീങ്ങുന്നത്. യഥാർത്ഥത്തിൽ ദിലീപ് അറസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണിത് എന്നുള്ളത്. ഇതാണ് യഥാർത്ഥ സത്യങ്ങൾ. ഇതെനിക്ക് പൊതുസമൂഹത്തിനെയും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയും ദിലീപിനെ അറിയിക്കണമെന്നുണ്ട്. ഒരു നിവർത്തിയില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഇനി എന്റെ ജീവനെ എന്ത് സംഭവിച്ചാലും അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നടൻ ലാലിനും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും രമ്യ നമ്പീശനും ഭാവനയ്ക്കുമായിരിക്കും. വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലിപ്പം കുറച്ച് കഥാപാത്രങ്ങൾ നടൻ ലാലും ശ്രീകുമാറും ചേർന്നിട്ടാണ് അത്രേ ഈ മാർട്ടിനെ അങ്ങ് ഭീഷണിപ്പെടുത്തിയേക്കണം. ആരും ഈ ഒരു കാര്യം നമ്മൾ ഈ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം പുറം ലോകത്ത് ആരും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അങ്ങ് കൊന്നും, നിന്നെ അങ്ങ് തീർക്കും. സിനിമയുടെ ഡയലോഗ്, നിന്നെ അങ്ങ് തീർത്ത് കളയും, വീട്ടിലെല്ലാം വെറുതെ വെക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ. ഇവനെന്താ LKGയിൽ മറ്റോ പഠിക്കുന്ന കൊച്ചു ഭാവിയാണോ? അത് പേടിച്ച് ഇങ്ങനെ പേടിച്ച് അത് കേട്ടിട്ടിരിക്കാൻ വേണ്ടി. അല്ലെങ്കിലും 8 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ആ ഒരു ടൈം പറയാണ്ട് 8 വർഷവും കഴിഞ്ഞു, കേസിലെ വിധിയും വന്നിട്ട് ഈ സമയത്ത് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കണത്? അതൊന്ന് പറയാവോ മാർട്ടിനെ? പിന്നെ ചേട്ടൻ പറഞ്ഞതിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസനീയമാവാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നടിയെ, അതായത് ദിലീപ് വിവാഹം കഴിക്കാനിരുന്നതായിരുന്നു അത്രേ. അതിനിടയിലാണത്രേ കാവ്യമാധവനുമായിട്ടുള്ള വിവാഹം നടന്നത്. അതിൻ്റെ വൈരാഗ്യം തീർക്കാനാണത്രേ നടി ഇങ്ങനെയൊരു കേസ് കെട്ടിച്ചമച്ചെന്നും കൂടി പറയുന്നു. എൻ്റെ നടിയെ വിവാഹം കഴിക്കാൻ വേറെ ആരും കിട്ടാത്തതുപോലെയല്ലേ? പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ലോജിക്കൊക്കെ വേണ്ടടോ മാർട്ടിൻ കുട്ടാ. ദിലീപേട്ടൻ അങ്ങ് ചുമ്മാ കൊടുക്കാൻ വേണ്ടി അങ്ങ് കെട്ടിച്ചമച്ച കഥയാണത്രേ. ചിരിക്കാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാലില്ലേ, മുഖവും സംസാരവും ആ കോപ്രായങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം മാർട്ടിൻ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. മലയാളികൾ പിന്നെ അരിയാഹാരമൊന്നും കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ മാർട്ടിനൊക്കെ പറയുന്നതൊക്കെ ഉപ്പ് തൊടാതെ അങ്ങ് വിഴുങ്ങുക. അതാണല്ലോ നമ്മുടെ കാര്യം അല്ലേ? സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ മാർട്ടിൻ പറയുന്നത്. എല്ലാവരും വിശ്വസിക്കണം. വിശ്വസിച്ചു കേട്ടോ. അപ്പം ഇതൊക്കെ ആരുടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തേക്ക് ഒരു അടി എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ നിന്ന് കൊടുത്തു. അതുപോലെ തന്നെ വെള്ള പേപ്പറിൽ സൈൻ ചെയ്യാൻ വേണ്ടി അങ്ങ് നിന്ന് കൊടുത്തു അല്ലേ? ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചു കേട്ടോ, ശരിയാണ്. പിന്നെ എന്തായാലും ഇതൊക്കെ ആരോ എഴുതി കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല എന്നുള്ളത് ആർക്കാ മനസ്സിലാവാത്ത കാര്യം? ആ പേടിച്ചിരിക്കുന്ന ആ ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആരോ എഴുതി കൊടുത്തുണ്ടാക്കിയതാണ്. ഷടാ, ഞാൻ ദിലീപിനങ്ങ് വെറുതെ സംശയിച്ചു.
സത്യം പറയാച്ച ദിലീപ് ഇതിൽ നിരപരാധിയായിരുന്നു അല്ലേ. ഇപ്പോഴാണ് കേരളത്തിലെ ജനതക്ക്, കാരണം മാർട്ടിൻ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് സത്യം മനസ്സിലായത് കേട്ടോ. മാർച്ചിൽ ഇത് കുറച്ച് മുന്നേ പറയണ്ടായിരുന്നോ, എങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങളങ്ങനെ ഒഴിവാക്കിയായിരുന്നല്ലോ, എല്ലാവരും ദിലീപിനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നല്ലോ. ശരിടാ, ഇത് ഇത്ര ലേറ്റ് ആക്കി എന്തിനാ? പിന്നെ ഇതിൽ മാർട്ടിൻ പറഞ്ഞ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതാണ് ഇതിലേറ്റവും വലിയ ഹൈലൈറ്റ്. കാര്യം എന്താ പറയുക, പൾസർ സുനി ഉണ്ടല്ലോ, പൾസർ സുനിയെ നടി അതായത് മാർട്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ചുണ്ടിൽ ചുംബിച്ചത്രേ. അതൊക്കെ ഇങ്ങനെ ഒന്ന് പറയാമോ മാർട്ടിനെ? വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? കഷ്ടമുണ്ട് കേട്ടോ. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അതായത് ഇവർ ഈ ഒരു ഇതിൻ്റെ കുറച്ച് മുന്നേ ഗോവയിൽ ഒരു പ്രൊജക്റ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്ന ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ അന്ന് ആ വാനിൽ നിർത്തുന്നതല്ല, ഗോവയിൽ നിന്ന് റൂമിൽ നിർത്തുക പോലും. അതാണ് പോലും സത്യം കേട്ടോ. ഗോവയിൽ നിന്ന് അന്ന് റൂം നിർത്ത വീഡിയോ ആണ് ഇവർ ഈ സംഭവം ഉണ്ട് ഇങ്ങനെ നടന്നാന്നെല്ലാം പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് മാർട്ടിൻ. അപ്പോൾ മാർട്ടിനിൽ ഇത് കണ്ട ദൃക്സാക്ഷി എന്ന് പറഞ്ഞാൽ മാർട്ടാണല്ലോ. അപ്പോൾ നമ്മൾ മാർട്ടിൻ പറഞ്ഞല്ലാണ്ട് പിന്നെ വേറെ ആര് പറഞ്ഞതാ വിശ്വസിക്കോ അല്ലേ? നിങ്ങൾ പറ. പിന്നെ സ്ക്രിപ്റ്റ് ഓക്കെയാണ് കേട്ടോ, പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്താൽ അടിപൊളിയാവും മാർട്ടിന്. സത്യമായിട്ട് അത് സക്സസ് ആവും കേട്ടോ. എന്തായാലും ഒരു സിനിമ എഴുതാനുള്ള കഴിവൊക്കെ മാർട്ടിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ തിരക്കഥയ്ക്ക് പുറകിലുള്ള ആൾക്കാർക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. അത് ഈ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങളിൽ കാണാൻ പറ്റും. പിന്നെ എൻ്റെ മാർട്ടിനെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നാട്ടുകാരെ മുന്നിൽ എഴുന്നള്ളിക്കാൻ ശ്രമിക്കുക. പിന്നെ ആ പറയുന്ന മുഖഭാവവും രീതിയും മുഖത്തിൻ്റെ ഗോഷ്ഠികളും കണ്ടാൽ തന്നെ നാട്ടുകാർക്ക് മനസ്സിലാവും ഇതെന്താണ് ഇവിടെ നടക്കുന്നുള്ളത്. കൊച്ചു കുട്ടീനെ നമ്മൾ എഴുതി കൊടുത്തിട്ട് ഈ പോയം അല്ലെങ്കിൽ കഥയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിൽ നിർത്തിയിട്ട് കാണാപ്പാടം പഠിപ്പിച്ച് പറയില്ലേ, അതാണിത്. എത്ര കോടികൾ ഇതിന് മേടിച്ചു അത്ര മാത്രം പറഞ്ഞാൽ മതി. എല്ലാവരും നമ്മളാരും പൊട്ടന്മാരല്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഇത് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ 8 വർഷം കഴിഞ്ഞിട്ട് എന്തുണ്ടാക്കാനാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് കുറച്ച് സേട്ടന്മാർ, അത് ദിലീപ് ഏട്ടൻ സ്നേഹികൾ, ദിലീപ് അല്ല കേട്ടോ, ഏട്ടൻ സ്നേഹികൾ ഇപ്പോൾ വരും. ഇതും മാർട്ടിനെ കാശ് കൊടുത്ത് പറയിപ്പിച്ചതാണ്, അതായത് ദിലീപ് ഏട്ടൻ നിരപരാധിയാണ്, കാശ് കൊടുത്ത് പറയിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരുന്നുള്ള രീതിയിൽ വരും. ആ വരുന്നവരോടൊരു ചോദ്യം, സത്യസന്ധമായിട്ട് ആ വീഡിയോ ഒന്ന് മനസ്സിരുത്തി മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇത് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത്ര മാത്രമേ പറയാനുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.